എല്ലാവർക്കും അബ്ഷാക്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ചൂരക്കറിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ചൂര വറുത്തരച്ച കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം. 1/2 കിലോ ചൂര, 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് നെടുകെ ചേർച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു മുറി തേങ്ങ, പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു ചെറിയ 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉലുവ, കുടംപുളി. ഇത്ര സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം നമുക്ക് ഈ മീനൊന്ന് പുളിയിട്ട് പറ്റിച്ചെടുക്കാം. അപ്പം മീത്തിലോട്ട് പുളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം. ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പറ്റിച്ചെടുക്കാം. വെള്ളം ഫുള്ളായിട്ട് പറ്റേണ്ട, കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പം ഇത് അടച്ചു വെച്ച് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് കുരുമുളക്, കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം ബ്രൗൺ നിറമാവുന്നവരെ ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇടാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതാണ്. നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. അപ്പം ഇനി ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചും കൂടെ ഫ്രൈ ആയിക്കോളും. ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ ഈ തേങ്ങ വറുത്തത് അരക്കാൻ പോണത്.
അപ്പോൾ അതിൻ്റെ അകത്തോട്ട് മാറ്റാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ ആ തേങ്ങ മാറ്റിയിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഒന്നും കൂടെ അടിച്ചപ്പോൾ കണ്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കല്ലിലിട്ട് അരക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അരക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരക്കാനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളമിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇടേണ്ടത്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളമിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മീറ്റിലോട്ട് ഇടാം. അപ്പോൾ മീൻ നല്ലോണം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കരുത്, ചട്ടി ഇങ്ങനെ ഇണക്കി കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. തിളച്ച് വരുമ്പം എണ്ണയൊക്കെ തിരിഞ്ഞു വരും. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. ഇത് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ തിളച്ചെല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ പറ്റും ഇത്. ഇനി കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിടാം. കുറച്ച് എണ്ണ ഇട്ടാൽ മതി. എണ്ണ ചൂടാകുമ്പോൾ കടുക്, കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. 2-3 ഉണക്കമുളകും കൂടി ഇടാം. ഇതെടുത്ത് നമുക്ക് മീത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.